നമുക്കിന്ന് 6 തരത്തിൽ ലൈം ജ്യൂസ് തയ്യാറാക്കാം. ലൈം ജ്യൂസ് എല്ലാത്തിനും ഒരേ ടേസ്റ്റ് തന്നെയാണ്, എന്നാലും 6 വെറൈറ്റി കളറിൽ നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ക്യാരറ്റ്, ബീട്രൂട്ട്, പുതിനേരയില, കാഷ്നട്ട്, ചെറി, പൈനാപ്പിൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്യാരറ്റ് ജ്യൂസ്. ക്യാരറ്റ് ചെറുതാക്കി നുറുക്കി ഇഞ്ചിയും ഏലക്കായും പഞ്ചസാരയും ഇട്ട് ചേർത്തത്, അപ്പോൾ ഒരു ഓറഞ്ച് കളറിൽ നമുക്ക് കിട്ടും. പിന്നെ ഇത് പുതിനേരയില, നല്ലോണം പുതിനേരയില എടുത്തിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് വാടി പോലെ ആയതാണ് പുതിനേര ജ്യൂസ്. ഇത് ബീട്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം മതി, അധികമൊന്നും വേണ്ട, അപ്പം തന്നെ ഈ ഒരു കളർ കിട്ടും നമുക്ക്. പിന്നെ കാഷ്നട്ട് അടിച്ചത്, അപ്പോൾ വൈറ്റ് കളർ കിട്ടും. പിന്നെ ചെറി ചേർത്ത് അടിച്ചതാണ് ഈ ലൈറ്റ് റോസ് കളറിൽ. പിന്നെ പൈനാപ്പിൾ സമ്മറിൽ നമുക്ക് ഇതേത് കളറിൽ വേണമെങ്കിൽ ഉണ്ടാക്കി നമുക്ക് ഗസ്റ്റിനെ സ്വീകരിക്കാം. ഗസ്റ്റുകൾക്കൊക്കെ ഒരു ഇമ്പ്രഷൻ കിട്ടും. ഇങ്ങനെ പല കളറിൽ ലൈം ജ്യൂസ് തയ്യാറാക്കാം. അടുത്തതായി നമുക്ക് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ലൈം ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടി ജസ്റ്റ് ഒരു ക്യാരറ്റ് 2 കഷ്ണം ഇട്ടാൽ മതി. പിന്നെ സാധാരണ പോലെ തന്നെ ചെറുനാരങ്ങ, ഏലക്കായ, ഇഞ്ചി, ഷുഗർ. അതിന് വേണ്ടി ആദ്യം നമുക്ക് ഷുഗറും ഏലക്കായും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിടാം. ഒരു 3-4 കഷ്ണം ക്യാരറ്റ് ഇട്ടാൽ മതി, ആ കളർ കിട്ടും. പക്ഷെ ടേസ്റ്റൊക്കെ ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരിക. പിന്നെ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം. അടിക്കാം. ഇതിലേക്ക് 1.5 സ്പൂൺ ചെറുനാരങ്ങ നീര്, 4 കഷ്ണം ക്യാരറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം അരയാത്ത കാരണം കുറച്ചും കൂടി വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് ഇവിടെ ക്യാരറ്റ് ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് പച്ച നിറത്തിലുള്ള ലെമൺ ജ്യൂസ് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണത്. അതിന് വേണ്ടി നമ്മൾ കുറച്ചധികം പുതിനേരയില, ഒരു ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഒരു ഏലക്കായ, പഞ്ചസാര 1/4 കപ്പ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇതും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ആദ്യം അതിന് വേണ്ടി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ആദ്യം പഞ്ചസാരയും ഒരു ഏലക്കായും കൂടി ആദ്യം അടിക്കാം. പഞ്ചസാരയിൽ വെച്ചിട്ട് ഏലക്കായ അടിച്ചു കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞോളും. 2 ചെറിയ ഏലക്കായ കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് തോട് പൊളിച്ചിട്ടൊന്നിടാം. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായി ചേർക്കാം. അപ്പോൾ പഞ്ചസാര നല്ലോണം പൊടിഞ്ഞോളും. പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജ്യൂസിലാവുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ഇതിലേക്ക് പുതിനേരയില, ഇഞ്ചി ചെറിയ കഷ്ണം,
ചേർക്കാം. നമുക്ക് ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞത് 2 സ്പൂണോളം ചേർക്കാം, കുരുമില്ലാണ്ട്. കുറച്ച് വെള്ളവും ചേർക്കാം. നമുക്കിതെടുത്ത് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് വീഴ്ത്താം. പുതിനയില കൊണ്ടുള്ള ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് റെഡ് കളർ ജ്യൂസ് തയ്യാറാക്കാം. അതൊരു ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം ഇട്ടാൽ മതി, നല്ല ഡാർക്ക് കളർ കിട്ടും. അതിനുവേണ്ടി ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം, ചെറിയ ഇഞ്ചി കഷ്ണം, ഷുഗർ, ഏലക്കായ, ചെറുനാരങ്ങ. ആദ്യം നമുക്ക് എല്ലാതും ചെയ്യണ പോലെ തന്നെ ഷുഗറും ഏലക്കായും കൂടി ചേർക്കാം. അതുകൂടി ചേർത്ത് ആദ്യം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറ് ഡ്രൈ ആയിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ നല്ലോണം പൊടിഞ്ഞോളൂ. ജസ്റ്റ് ഒരു നനവുള്ള കാരണമാണ് അടിയാണ്ടിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണം, ഏലക്കായ ഇട്ടാൽ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇഞ്ചി ചെറിയ കഷ്ണം, ബീട്രൂട്ട് ചെറുതായിട്ട് നുറുക്കിയിടാം. അതും പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ നീര്, കുരുക്കെ കഴിഞ്ഞ് അരിച്ച് വെച്ചത് 2 സ്പൂൺ, കുറച്ചും കൂടി വെള്ളം കൂടി ചേർക്കാം. അരിച്ചെടുക്കാം. ഇതിലേക്ക് ഗ്ലാസ് എടുത്ത് ഐസ് ക്യൂബ്സ് ഇടാം. ബീട്രൂട്ട് കൊണ്ടുള്ള ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് കൊണ്ട് കാഷ്യൂനട്ടും ഏലക്കായും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഷുഗറും ചേർത്തിട്ട് വൈറ്റ് കളർ ഒരു ലെമൺ ജ്യൂസ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് പഞ്ചസാരയും കാഷ്യൂനട്ടും ഒരു 6-7 കാഷ്യൂനട്ട്, പിന്നെ ഏലക്കായ, തോട് പൊടിച്ച് വെച്ചാൽ നല്ല കുരുവൊക്കെ നല്ലോണം അടിഞ്ഞോളും. ഏലക്കായും കൂടി ചേർത്ത് നല്ലോണം അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസ്,
പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. നല്ലോണം അടിക്കാം. എല്ലാത്തിലും ഒരേ പ്രൊസീജിയർ തന്നെയാണ്, ഓരോന്നിനും ഒരേ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്നുള്ളൂ. ഇത് നമുക്കിനി അരിച്ചിട്ടെടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് വൈറ്റ് ലെമൺ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. കാഷ്യൂനട്ട് അതിനിപ്പോൾ ഒരു വൈറ്റ് കളർ കൊടുക്കണം. അടുത്തതായി നമുക്ക് ഒരു യെല്ലോ കളറിൽ ലെമൺ ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ എടുത്തുള്ളത്. പിന്നെ സാധാരണ പോലെ തന്നെ ഇഞ്ചി, ഏലക്കായ, ചെറുനാരങ്ങ, അതിൻ്റെ നീരാണിത്, ചെറുനാരങ്ങ നീര്, ഷുഗർ. അതിന് വേണ്ടി ആദ്യം നമുക്ക് ഷുഗറും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, ഏലക്കായും ഇത് ആദ്യം നല്ലോണം അടിച്ചെടുക്കാം. ഇതിലേക്ക് യെല്ലോ കളർ കിട്ടാൻ വേണ്ടി നമ്മുടെ പൈനാപ്പിൾ ചെറുതാക്കി നുറുക്കിയിടാം. ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും കുരുവില്ലാണ്ടാക്കിയതാണ് ഒഴിക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ പൈനാപ്പിളിൻ്റെ യെല്ലോ കളർ നമ്മുടെ ജ്യൂസിലേക്ക് കാണാം. നമുക്കിത് അരിച്ചെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ യെല്ലോ കളറ് പൈനാപ്പിളാണ് അതിന് യെല്ലോ കളർ കൊടുക്കുന്നത്. ടേസ്റ്റൊക്കെ ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടുക. ഇതാണ് നമ്മുടെ യെല്ലോ കളർ ലെമൺ ജ്യൂസ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.